അസ്സലാമു വിട്ടുമാറാത്ത രോഗങ്ങൾ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറയാം. ഞായറാഴ്ച രാത്രിയിലോ ബുധനാഴ്ച രാത്രിയിലോ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുക. പിറ്റേന്ന് പകലിൽ നോമ്പ് പിടിക്കാൻ നിയ്യത്ത് ചെയ്യുക. നിസ്കാര ശേഷം താഴെ പറയുന്ന 2 ആയത്തുകൾ 111 തവണ വീതം ഓതുക. തുടർന്ന് വളരെ താഴ്മയോടെയും വിനയത്തോടെയും അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. ഏത് രോഗമായാലും അള്ളാഹു ശിഫ നൽകുന്നതാണ്. ഇത് സ്വന്തം രോഗത്തിന് വേണ്ടിയും ചെയ്യാം, അതുപോലെ മറ്റുള്ളവരുടെ രോഗം മാറാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മറ്റാർക്കെങ്കിലും വേണ്ടിയാണെങ്കിൽ ആയത്തുകൾ ഓതിയതിനു ശേഷം അവരുടെ രോഗം ശിഫയാക്കണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. സൂറത്തുൽ ബഖറയിലെ 163 ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വ ഇലാഹുക്കും ഇലാഹും വാഹിദുൻ ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനിർ റഹീം എന്ന ആയത്ത്. അതുപോലെ ആലം ഇമ്രാനിലെ 1-2 ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്തും ഓതുക. ഈ 2 ആയത്തുകളിൽ ഇസ്മുൽ അഅ്ലം ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുൾ ചെയ്തതായി അസ്മാഉൽ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിട്ടുമാറാത്ത എന്ത് രോഗം ഉണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് അത് മാറിക്കിട്ടുന്നതാണ്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക.